2 ഐലൻഡുകൾ ചേർന്ന ഓസ്ട്രേലിയയ്ക്ക് അടുത്തുള്ള ഒരു ചെറിയ ദ്വീപരാജ്യമാണ് ന്യൂസിലാൻഡ്. ചെറിയ രാജ്യമാണെങ്കിലും സമ്പദ് വ്യവസ്ഥയും ഉയർന്ന ജീവിത നിലവാരവും അതിനേക്കാൾ ഉപരി അതിമനോഹരമായ ഭൂപ്രകൃതിയോട് കൂടിയ ഒരു കൺട്രിയാണ് ന്യൂസിലാൻഡ്. വിദേശ സ്വപ്നം കാണുന്ന മിക്കവരുടെയും ഡ്രീം ലാൻഡ് കൂടിയാണ്. ന്യൂസിലാൻഡ് എന്നത് എസ്പെഷ്യലി നഴ്സസിന്റെയും അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസിന്റെയും ഒരു ഡെസ്റ്റിനേഷനാണ്. ഇന്ന് പലതരത്തിലുള്ള കൺഫ്യൂഷൻ സ്റ്റേജിൽ കൂടിയാണ് ഇങ്ങനെ സ്വപ്നം കാണുന്നവർ കടന്നു പോകുന്നത്. ഇതിന്റെ യഥാസ്ഥിതി പങ്കുവയ്ക്കുന്നതിനായി 10 years above ആയി ന്യൂസിലാൻഡിൽ നഴ്സായി വർക്ക് ചെയ്യുകയും ന്യൂസിലാൻഡ് സിറ്റിസനുമായ മിസ്റ്റർ ജിനു തോമസ് ആണ് നമ്മോടൊപ്പം കൂടിയുള്ളത്. ഹെഡ് ഓഫീസ് ന്യൂസിലാൻഡ് തന്നെയുള്ള ഫോക്കെ ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ കൂടിയാണ് സർ. കൂടാതെ ഫോക്കെയറിന്റെ ടീമിൽ 3 ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ആണ് ന്യൂസിലാൻഡിലുള്ളത്. ഇപ്പോൾ നമ്മുടെ ചാലക്കുടിയിലെ SH കോളേജിൽ ഒരു വർക്ക് സ്റ്റേഷനും ഫോക്കെ ഇന്റർനാഷണലിന്റെ ഉണ്ട്. ഇന്നത്തെ ന്യൂസിലാൻഡിലെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സർ, എന്തുകൊണ്ടാണ് ന്യൂസിലാൻഡ് സ്റ്റഡീസിന് ഒരു ബെറ്റർ ചോയ്സ് ആണെന്ന് പറയാനുള്ള കാരണം? നമുക്ക് ന്യൂസിലാൻഡിൽ നല്ല ബെറ്റർ വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. മെയിനായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സ് നോക്കുന്നത് അവിടെ ലിവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റെസിഡൻസിലേക്കുള്ള ഒരു ത്രൂ ഔട്ട് പ്രോസസ്സ് അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നതുകൊണ്ടാണ് അബ്രോഡ് സ്റ്റഡീസിൽ ന്യൂസിലാൻഡ് എപ്പോഴും കാൻഡിഡേറ്റ്സിന് എപ്പോഴും ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനൊരു ബെറ്റർ ചോയ്സ് ആണെന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിലും സ്റ്റഡിക്ക് പോകുന്നവർക്കും അതേപോലെ തന്നെ ഡിപ്പെൻഡന്റിനും പാർട്ട് ടൈം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസിലാൻഡിൽ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നമുക്ക് ന്യൂസിലാൻഡിലെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ കോവിഡ് പാൻഡമിക് നമുക്ക് ഇൻഫ്ലേഷൻ്റെ ഭാഗമായിട്ട് ഒത്തിരി അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എസ്പെഷ്യലി പാർട്ട് ടൈം ജോബ്സ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സ്റ്റുഡൻസിന്. അതേസമയം തന്നെ ന്യൂസിലാൻഡിൽ നമുക്ക് ബെറ്റർ ഒരു കോഴ്സസ് പ്രിഫർ ചെയ്ത് ആ ഒരു പാത്ത് വേയിൽ നമ്മൾ ഗൈഡ് ചെയ്ത് ത്രൂ ഔട്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരിക്കും ഒരു ജോബ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും ബെറ്റർ നമ്മൾ എടുക്കുന്ന കോഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നമ്മൾ ഏത് ലൊക്കേഷനിലാണ് നമ്മൾ പഠിക്കാൻ വരുന്നത്, നമ്മളൊരു പാർട്ട് ടൈം ജോബ്സ് സെർച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് വരും. എസ്പെഷ്യലി നമ്മളൊരു സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ. പാർട്ട് ടൈം ഒക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സ്റ്റുഡൻസിന് അത് ഡിഫിക്കൽട്ട് തന്നെയാണ്. അപ്പോൾ ന്യൂസിലാൻഡ് ബാക്കിയുള്ള അബ്രോഡ് കൺട്രീസ് വെച്ചിട്ട് എക്സ്പെൻസീവ് ആയൊരു കൺട്രി ആണോ? നമുക്ക് കംപ്ലീറ്റ്ലി എക്സ്പെൻസീവ് ആയൊരു കൺട്രി ആണെന്ന് പറയാൻ പറ്റത്തില്ല. സ്റ്റുഡൻസ് മെയിൻലി സ്റ്റഡി അബ്രോഡ് നോക്കുമ്പോൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് UK, അയർലൻഡ്, അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ കൺട്രീസാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം മെയിനായിട്ട് വരുന്നൊരു കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടുത്തെ അക്കോമഡേഷൻ, അതുപോലെ തന്നെ അതർ യൂട്ടിലിറ്റീസ് ആൻഡ് ഫുഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. ദീസ് ആർ ദ മെയിൻ എക്സ്പെൻസസ്. അത് നമുക്ക് മറ്റുള്ള കൺട്രീസിനെയും കമ്പയർ ചെയ്യുമ്പോൾ അത്ര എക്സ്പെൻസീവ് ആണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾക്ക് നാട്ടിൽ നിൽക്കുമ്പോൾ അതിനൊന്നും അധികം എക്സ്പെൻസ് വരാത്ത കാര്യങ്ങളാണ്. അത് ഫോർ എക്സാമ്പിൾ അക്കോമഡേഷൻ ആണെങ്കിൽ നമ്മൾ നാട്ടിൽ അധികം പേരും ഒരു റെൻറ്റോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു അക്കോമഡേഷന് അധികം എക്സ്പെൻസസ് കൊടുക്കാത്തവരാണ്. പക്ഷേ മജോറിറ്റി ഓഫ് ദ എക്സ്പെൻസ് നമുക്ക് ന്യൂസിലാൻഡിൽ പോലെയുള്ള കൺട്രീസിലാവുന്നത് ഈ അക്കോമഡേഷന് വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഫിനാൻസ് മാനേജ്മെന്റ് ഒരു ക്രൂഷ്യൽ പാർട്ടാണ്. ന്യൂസിലാൻഡിൽ 10 years above ആയി വർക്ക് ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്? അതിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? ഞാൻ ഫാമിലി ആയിട്ടാണ് ന്യൂസിലാൻഡിൽ സ്റ്റേ ചെയ്തത്. സോ ഞങ്ങൾ 5 പേരാണ് ഫാമിലിയിൽ. എനിക്ക് 3 കിഡ്സാണ്, വൈഫ് ആൻഡ് 3 കിഡ്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പെൻസസ് വെച്ച് സ്റ്റുഡൻസിൻ്റെ എക്സ്പെൻസസ് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ഒരു എക്സ്പെൻസസ് നമുക്കൊരു എങ്ങനെ പോയാലും ഒരു ആവറേജ് ഫാമിലി 5 മെമ്പേഴ്സിൻ്റെ ഒരു ആവറേജ് ഫാമിലിക്ക് നമുക്കൊരു ഇന്ത്യൻ റുപ്പീസ് പറയുകയാണെങ്കിൽ 2.5 lakhs നമ്മുടെ സിംപ്ലി എക്സ്പെൻസിലോട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വരും. അതായത് അക്കോമഡേഷനാണ് മജോറിറ്റി ഓഫ് ദ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ എടുത്തുകൊണ്ട് പോകുന്നത്. സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവർ സിംഗിളായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇന്ത്യൻ റുപ്പീസ് 50,000 എങ്കിലും മിനിമം പെർ മന്ത് അവരുടെ ഒരു എക്സ്പെൻസസിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് അവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു 5 times ഹയർ ദാൻ ദാറ്റ് ആയിരിക്കും. അതുകൊണ്ട് 2.5 lakhs മിനിമം ഒരു എക്സ്പെൻസസ് ആണ് ന്യൂസിലാൻഡിൽ ഒരു മന്ത് ഒരു ഫാമിലിക്ക് അഫോർഡ് ചെയ്ത് പോകാനായിട്ട്. ഇങ്ങനെ എക്സ്പെൻസസ് വരുന്ന സാഹചര്യത്തിൽ സ്കോളർഷിപ്പ് ഒക്കെ കുട്ടികൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾ ചെയ്താലാണ് സ്കോളർഷിപ്പ് കിട്ടുക? അതേപോലെ ഏത് കോഴ്സുകളാണ് റെസിഡൻസിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. സ്കോളർഷിപ്പിൻ്റെയും അതുപോലെ തന്നെ റെസിഡൻസിയുടെയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കാൻഡിഡേറ്റ്സിൻ്റെ അതായത് സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമുക്ക് റെസിഡൻസിയിലേക്കും അതുപോലെ തന്നെ ഈ സ്കോളർഷിപ്പിലേക്കുമുള്ള ഓപ്ഷൻസ് ഓപ്പൺ ആവുന്നത്. ഡെഫിനറ്റ്ലി കാൻഡിഡേറ്റ്സ് നല്ല ഗ്രേഡ്സിലൊക്കെയാണ് അവരുടെ പ്രീവിയസ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഉള്ളതെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് നല്ല രീതിയിൽ ഉള്ള സ്കോളർഷിപ്സും അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ റെസിഡൻസിലേക്കും പാത്ത് വേ ഓപ്പൺ ആക്കാം നമുക്ക്.
ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സുമായിട്ടാണ്. ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സാണ് നമുക്ക് മുന്നിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് ഈ കാൻഡിഡേറ്റ്സിന് കൊടുക്കാനും അവരുടെ ഗ്രേഡ്സ് ഒക്കെ നോക്കിയിട്ട് എലിജിബിലിറ്റി അസസ്മെൻറ്റിന് ശേഷം സ്കോളർഷിപ്പ് കിട്ടുന്നവർക്ക് സ്കോളർഷിപ്പ് ഓപ്പൺ ആക്കി കൊടുക്കാനും അതുപോലെ തന്നെ റെസിഡൻസിയിലേക്കുള്ള ഒരു പാത്ത് വേ അവർക്ക് ഓപ്പൺ ആക്കി കൊടുക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ്. അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്ന സ്റ്റുഡൻസിനൊക്കെയും ഏത് യൂണിവേഴ്സിറ്റിയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ നോക്കണം. ഇപ്പോൾ മെയിനായിട്ട് ഒരു സിറ്റിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പാർട്ട് ടൈം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടേക്കാം അവരുടെ പ്രൊഫഷൻ റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ തന്നെ. അതുപോലെ തന്നെ ട്യൂഷൻ ഫീ അവിടെ മെയിനായിട്ടൊരു ഫാക്ടർ വരുന്നതാണ്. പിന്നെ നമ്മൾ കമ്പാരിറ്റീവ്ലി മറ്റുള്ള യൂണിവേഴ്സിറ്റീസ് ഒന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാനേജബിൾ ആയിട്ടുള്ള ട്യൂഷൻ ഫീസിലൊക്കെ നമുക്ക് കോഴ്സസ് അവൈലബിൾ ആയിട്ടുണ്ടാകും. മറ്റൊരു ഫാക്ടറാണ് നമുക്ക് എപ്പോഴും ഒരു അലുമിനിയെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് ആ കാൻഡിഡേറ്റ്സിനോട് നമുക്ക് ചോദിക്കാം അവിടുത്തെ എക്സ്പെൻസസ്, അതുപോലെ തന്നെ ടീച്ചിങ് മെത്തേഡ്സ്, അവിടെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് സ്റ്റുഡൻസിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരു ഉപകാരപ്രദമായിരിക്കും ഈ കാൻഡിഡേറ്റ്സിന്. ഇത്തരം ഫാക്ടേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ റെപ്യൂട്ടേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് നോക്കി പ്രിഫറബിളി നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. സാർ ഇപ്പോൾ ട്യൂഷൻ ഫീയുടെ കാര്യം പറഞ്ഞുവല്ലോ. ബാക്കിയുള്ള അബ്രോഡ് കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ, അതായത് ഇപ്പോൾ ഇന്ത്യയെ വെച്ച് അപേക്ഷിച്ച് നമ്മൾ അബ്രോഡ് കൺട്രീസ് നോക്കുമ്പോൾ ട്യൂഷൻ ഫീ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ റിച്ച് ആയിട്ടുള്ള ഫാമിലീസ് എന്നുള്ളവർക്ക് മാത്രമാണോ ന്യൂസിലാൻഡ് പഠിക്കാനായിട്ട് സാധിക്കുന്നത്? ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ എപ്പോഴും ഒരു ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളൊരു സെക്ടറാണ്. നമുക്കൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിൻ്റെ ബേസിക് ആയിട്ട് വരുന്ന ഒരു ഫീസ് സ്ട്രക്ചർ മിനിമം ഒരു 15 lakhs ആണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിന് ന്യൂസിലാൻഡ് പോലെയുള്ള കൺട്രികൾ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ എപ്പോഴും സ്റ്റുഡൻസ് എല്ലാ കാലത്തും ഒരു ഡിഫിക്കൽറ്റി നേരിടുന്ന ഒരു ഏരിയയാണ് ഇതിൻ്റെ ഒരു ഫണ്ട് സോഴ്സ് കാണിക്കൽ കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിൻലി നമുക്ക് ഇത്രയും ഫണ്ട് ആവശ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും നമുക്കൊരു ഫണ്ടിങ് പ്ലാൻ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയറിൻ്റെ ട്യൂഷൻ ഫീസ് നമുക്ക് കാണിക്കാൻ പറ്റും. എസ്പെഷ്യലി നമ്മുടെ ലാൻഡും ഹൗസും ഒക്കെ പ്ലഡ്ജ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും സ്റ്റുഡൻസ് അവരുടെ ഫണ്ട് സോഴ്സ് കാണിക്കുന്നത്. എങ്കിലും അവരുടെ നെക്സ്റ്റ് 2-3 ഇയർ, അതായത് സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫീസ് പേ ചെയ്യാനുള്ള എമൗണ്ടിൻ്റെ ഒരു ഫണ്ടിങ് പ്ലാൻ അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ മെയിൻ കാരണം അവർക്ക് ചെല്ലുമ്പോൾ തന്നെ അവർക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ അവരുടെ സ്റ്റഡീസ് ഒത്തിരി അധികം ടൈം ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പാർട്ട് ടൈം ജോബ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെ പോയി അബ്രോഡ് സ്റ്റഡീസിൽ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് ചെയ്ത് ട്യൂഷൻ ഫീ പേ ചെയ്യാമെന്നൊക്കെ. ഒരു പരിധി വരെ അത് തെറ്റ് തന്നെയാണ്. മെയിനായിട്ട് നമ്മുടെ പാർട്ട് ടൈം ജോബ്സിൽ നിന്നുള്ള വരുമാനം തന്നെ നമുക്ക് അവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എങ്കിലും കുറച്ചൊക്കെ നമുക്ക് എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും ട്യൂഷൻ ഫീസ് കവർ ചെയ്യാനുള്ള ഒരു എമൗണ്ട് നമുക്ക് പാർട്ട് ടൈം ജോബ്സ് വർക്ക് ചെയ്തുകൊണ്ട് ഒരിക്കലും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലുള്ളൊരു ഫണ്ടിങ് പ്ലാൻ ഉണ്ടായാലാണ് സെക്കൻഡ് ഇയറും അതുപോലെ തന്നെ തേർഡ് ഇയറിൻ്റെയും ഫീസ് പേ ചെയ്ത് കാൻഡിഡേറ്റ്സിന് സുഗമമായിട്ട് പഠിച്ചിറങ്ങാൻ പറ്റുന്നത് ഒരു കോളേജിൽ നിന്ന്. സ്റ്റുഡൻസ് ഇപ്പോൾ അബ്രോഡ് വരുന്നതിൻ്റെ കൂടെ അവരുടെ ഡിപ്പെൻഡൻറ്റും വരുന്നത് ഈ പാർട്ട് ടൈം ജോബിൻ്റെ പോസിബിലിറ്റീസ് കണ്ടിട്ടാണ്. അപ്പോൾ അവർക്കുള്ള അവരുടെ വർക്കിംഗ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? മെയിനായിട്ട് പാർട്ട് ടൈം ജോബ്സ് അല്ല ഈ ഡിപ്പെൻഡൻസ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. ഇത് ടോട്ടലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ സ്റ്റുഡൻറ്റ് ഏത് കോഴ്സ് എടുക്കുന്നു, ഏത് ലെവൽ ഓഫ് നമുക്ക് അവിടെ ലെവൽസ് അനുസരിച്ചാണ് കോഴ്സസ് സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏത് ലെവലാണ് ഈ കാൻഡിഡേറ്റ് എടുക്കുന്നത് അനുസരിച്ചായിരിക്കും. ഇപ്പോൾ ലെവൽ 7 ഒക്കെ എടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിലാണ് അവരുടെ ഡിപ്പെൻഡൻറ്റിന് വന്നിട്ട് അവിടെ വർക്ക് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് കിട്ടുന്നത്. അവർക്ക് ഒരിക്കലും പാർട്ട് ടൈം ജോബ്സ് എന്നല്ല, അവർക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ കാൻഡിഡേറ്റ് പഠിക്കുന്ന അത്ര സമയം തന്നെ പാർട്ട്നേഴ്സിനും ഫുൾ ടൈം വർക്ക് ചെയ്യാം. പിന്നെ അതുപോലെ അവരുടെ കുട്ടികൾക്കാണെങ്കിൽ സ്റ്റഡി വിസ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ കാൻഡിഡേറ്റിൻ്റെ ഒപ്പം തന്നെ പാർട്ട്ണർ വർക്ക് ചെയ്യുകയും അതുപോലെ അപ്പോൾ ഒരു ഏണിങ്സ് അവരുടെ ഫാമിലിയിലോട്ടുണ്ടാകും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുകയും ചെയ്യാം. ഇത് കൂടാതെ സ്റ്റഡി കഴിഞ്ഞിട്ടൊരു പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ അവർക്ക് ഓപ്പൺ ആയിട്ട് ഉണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലും രണ്ടുപേർക്കും ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാനും. ഇതിന് മുമ്പത്തെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് എപ്പോഴും 20 hours ആണ് വർക്ക് ചെയ്യുന്നത് അവരുടെ സ്റ്റഡി പീരീഡിൽ. എക്സെപ്റ്റ് അവരുടെ ഹോളിഡേ പീരീഡിൽ ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. പക്ഷേ അത് വളരെ കുറവുള്ളൊരു ടൈമായിരിക്കും. അതേസമയം ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ അവർക്ക് ഫുൾ ടൈം ആയിട്ടും വർക്ക് ചെയ്യാം. സാർ, ന്യൂസിലാൻഡിൽ ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് സ്കോപ്പ് ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാമോ?
മെയിനായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും നോക്കുന്നത് നേഴ്സിംഗ് തന്നെയാണ്. കൂടുതൽ കാൻഡിഡേറ്റ്സും നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഷുവറിറ്റി, ജോബിന് വേണ്ടിയൊരു ഷുവറിറ്റി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി അവർ ആ ഒരു പ്രോഗ്രാമാണ് നോക്കുന്നത്. കൂടാതെ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിലും IT മേഖലയിലും പിന്നെ എസ്പെഷ്യലി നമുക്കൊരു മെയിനായിട്ടൊരു കോഴ്സ് നിൽക്കുന്നത് MBA ആണ്. വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ് മാസി യൂണിവേഴ്സിറ്റി. അവിടെയുള്ളൊരു MBA പ്രോഗ്രാം വളരെ മികച്ചതും അതുപോലെ തന്നെ അവർക്ക് ഇത് പ്രോഗ്രാമിന് ശേഷം 1 year സ്റ്റഡി വരുന്നുള്ളെങ്കിലും അതിനുശേഷം അവർക്ക് 3 year പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ പ്ലസ് റെസിഡൻസിയിലേക്കുള്ളൊരു പാത്വേ ആയിട്ടാണ്. ഒരു ജോബ് ഓഫർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു റെസിഡൻസിയിലേക്കുള്ളൊരു പാത്വേ ആയിട്ടാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ എലിജിബിലിറ്റി അസസ്മെൻറ്റും കാര്യങ്ങളുമാണ് നമ്മുടെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എത്രമാത്രം അവർ എലിജിബിൾ ആണ് റെസിഡൻസി പാത്വേയിലേക്കും എന്നുള്ളത് നമ്മുടെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിൻ്റെ എലിജിബിലിറ്റി അസസ്മെൻറ്റിന് ശേഷമാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ടോട്ടൽ ഒരു ക്ലിയർ പിക്ചർ നമ്മൾ തരും. സോ ഡെഫിനറ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിലാണ് ഇതിൻ്റെ ഏത് കോഴ്സസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സാണ് അവിടെ ട്രെൻഡിങ് ആയിട്ടുള്ളത് നമുക്ക് ഒരു കരിയർ ഫോക്കസ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് റെസിഡൻസി പാത്വേയിലേക്കും കൊണ്ടുപോകുന്നതെന്ന് അറിയുന്നതിന് നമ്മളെ കോൺടാക്ട് ചെയ്താൽ തന്നെയാണ് ഓരോ കാൻഡിഡേറ്റ്സിനെയും ഇൻഡിവിജ്വലായിട്ട് എലിജിബിലിറ്റി അസസ്മെൻറ്റിന് ശേഷം മാത്രമാണ് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ഡിസിഷൻ എടുക്കാനായിട്ട് ഇന്ന കോഴ്സ് പഠിച്ചാലാണ് അവർക്കൊരു ബെറ്റർ ഫ്യൂച്ചർ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടൊരു പിക്ചർ അവരുടെ കരിയർ പാത്വേയിൽ കിട്ടണമെങ്കിൽ. സാറ് പറഞ്ഞല്ലോ നഴ്സിംഗ് ആണ് ഇപ്പോഴും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കോഴ്സ് എന്ന്. ഇപ്പം എൻ്റെ കസിൻ ഇപ്പോൾ നഴ്സിംഗ് പഠിക്കാനായിട്ട് നോക്കുന്നത് ഇന്ത്യയിൽ പഠിക്കുന്നതാണോ അതോ ന്യൂസിലാൻഡ് പഠിക്കുന്നതാണോ, ഏതാണ് നല്ലത്? രണ്ട് സ്ഥലത്തും പഠിക്കുന്നതിന് അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പഠിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്കൊരു 4 years പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് അവിടെ കാണേണ്ടത് എക്സ്പെൻസസ് വളരെ കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി അബ്രോഡ് പഠിക്കുന്നതിലും. അതിനുശേഷം നമ്മൾ നോക്കേണ്ട മറ്റൊരു ഫാക്ടർ നമ്മുടെ കൺട്രിയിൽ തന്നെ നിന്ന് പഠിക്കാം. നമുക്ക് ഫാമിലിയും നമ്മുടെ റിലേറ്റീവ്സായിട്ട് ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതേസമയം നമ്മൾ ന്യൂസിലാൻഡ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അബ്രോഡ് സ്റ്റഡീസ് നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ മേജറായിട്ടൊരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. നമുക്കൊരു സ്റ്റുഡൻറ്റ് അവിടെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മിനിമം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 15 lakhs ഫസ്റ്റ് ഇയർ പേയ്മെൻറ്റ് തന്നെ നമുക്ക് വരുന്നുണ്ട്. സ്റ്റുഡൻറ്റ് ഫീസ് ആയിട്ട് തന്നെ ഏത് കോഴ്സിനായാലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫീസ് സ്ട്രക്ചറാണ് ഈ 15 lakhs വരുന്നത്. അത് കൂടാതെ നമുക്ക് ലിവിങ് എക്സ്പെൻസസ് അത് 10 lakhs കൂടി നമുക്ക് കാണിക്കണം. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നോക്കുമ്പോൾ. അതുകൂടാതെ നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നതിലുള്ള ഒരു പ്രഷറും നമുക്ക് ഫാമിലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു ബോണ്ടിങ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ മറ്റൊരു വശം നമ്മളെ കുറേ കൂടി കോമ്പറ്റൻ്റ് ആക്കും. അതുപോലെ ഈ കൺട്രിയിലത്തെ അവിടുത്തെ കൾച്ചറും അതുപോലെ തന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുറേ കൂടി അഡാപ്റ്റ് ആവും. ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് അത് കഴിഞ്ഞും അവിടെയുണ്ട്. ഇതിന് ശേഷം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലായിരിക്കും. ഇപ്പോൾ സ്റ്റഡീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലാൻഡിലേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ ആയാലും വർക്കിന് വരുന്നവരുടെ എണ്ണം ആയാലും വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇവരൊക്കെ അട്രാക്ട് ചെയ്യുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ സാറ് തന്നെ ആയാലും അവിടെ 10 years above ആയി. സാറിന് അവിടെ പിടിച്ചു നിർത്തുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് നോക്കുന്നത് നമ്മുടെ ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടോട്ടലി ചേഞ്ച് ആവും നമ്മൾ ഇതുപോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ നമ്മൾ ലിവ് ചെയ്യുകയാണെങ്കിൽ. മോർ ദാൻ ദാറ്റ് നമ്മൾ ഒരിക്കൽ ഇങ്ങനെയുള്ള കൺട്രീസിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളായിരിക്കും നമുക്ക് പേഴ്സണലി തോന്നുന്നത്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു ലൈഫ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊരു പ്രോക്സിമിറ്റി, കൂടുതൽ ദൂരം നമുക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഫാമിലിയൊക്കെ ഒരു സ്മോൾ ഫാമിലി ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് കൂടുതൽ ദൂരമൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സോ എപ്പോഴും അതിനൊരു പ്രോക്സിമിറ്റി, വർക്കും ഹോമും തമ്മിലുള്ള ഒരു പ്രോക്സിമിറ്റി ഞാൻ എപ്പോഴും ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്നത് കാര്യം തന്നെയാണ്. പിന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കൺട്രീസിൽ നമുക്ക് കാണാം. അതൊക്കെ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുന്നവരെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ അബ്രോഡ് കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന മിക്കവരുടെയും സ്വപ്നം അവിടുത്തെ റെസിഡൻസ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ റെസിഡൻസിക്ക് എലിജിബിൾ ആകുന്നത് എങ്ങനെയാണ്? ഇതിന് മെയിനായിട്ടൊരു ആൻസർ ഞാനല്ല കൃത്യമായിട്ട് പറയേണ്ടത്. നമുക്ക് ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് ഉണ്ട് ന്യൂസിലാൻഡിൽ നിന്ന് തന്നെയുള്ളവർ. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാൻഡിഡേറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള എലിജിബിലിറ്റി അസസ്മെൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കുള്ളൊരു പാത്ത് വേയും ഓപ്പൺ ആക്കി തരുന്നത് നമ്മുടെ ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സിൻ്റെ അസസ്മെൻറ്റിന് ശേഷം മാത്രമാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോഴാണ് എവരി കാൻഡിഡേറ്റിന് നമുക്ക് അതൊരു ഡയറക്റ്റ് പാത്ത് വേ ആയിട്ട് നമുക്കത് ഓപ്പൺ ആക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ, ഒരു ക്ലിയർ പിക്ചർ അവർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വേഗമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ പറയാനും പറ്റത്തില്ല. പിന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ആധികാരികമായിട്ട് സംസാരിക്കേണ്ടതും ലൈസൻസ് ഇമിഗ്രേഷൻ അഡ്വൈസേഴ്സ് മാത്രമാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ള ഒരു വോയിസ് ഇല്ല.
ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴാണ് റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുക? ഒരു സ്റ്റുഡൻറ്റ് അവരുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞതിന് ശേഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും അതിനുള്ളൊരു ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. പഠിച്ചതിന് ശേഷം അവരുടെ സ്പെസിഫിക് ഫീൽഡിൽ അവർക്കൊരു ജോബ് ഓഫർ കിട്ടിയതിന് ശേഷമാണ്, ജോബ് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല എങ്കിലും അവർക്കൊരു ജോബ് ഓഫർ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അക്രഡിറ്റഡ് എംപ്ലോയർ വർക്ക് വിസ എന്ന് പറയും, അതുപോലെ ഒരു ഓഫർ കിട്ടിയ ജോബ് ഓഫർ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് റെസിഡൻസിയിലേക്കുള്ള പാത്വേ ഓപ്പൺ ആവുന്നത്. സ്റ്റുഡൻറ് വിസയ്ക്ക് ഫോക്ക് ഇന്റർനാഷണൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓഫ് കോഴ്സ് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അബ്രോഡ് സ്റ്റഡിക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ന്യൂസിലാൻഡ്. സോ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഏത് കോളേജിലേക്ക് ആയാലും കാൻഡിഡേറ്റ്സിന് ഏതെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വൈസ് ആയാലും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബേസ്ഡ് ആയാലും ഓപ്ഷൻസ് അല്ലെ അവരുടെ ഭാഗത്ത് നിന്ന് ചോയ്സസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതനുസരിച്ചായിരിക്കും നമ്മൾ അവരെ പ്ലേസ്ഡ് ആക്കുന്നത്. ന്യൂസിലാൻഡിലെ സ്റ്റഡി സംബന്ധമായ ഏത് ക്വസ്റ്റ്യൻസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർക്കർ ഇൻ്റർനാഷണലിൻ്റെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ന്യൂസിലാൻഡ് മാത്രമാണോ ഫോക്ക് ഇന്റർനാഷണൽ ചെയ്യുന്നത്? നമ്മൾ ന്യൂസിലാൻഡ് മാത്രമല്ല, നമുക്ക് അയർലൻഡും കൂടിയുണ്ട്. അയർലൻഡിലെ എഡ്യൂക്കേഷൻ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് IT അല്ലെങ്കിൽ നഴ്സിംഗ് ഇങ്ങനെയുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ള ഓപ്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ അയർലൻഡിലേക്കുള്ള സ്റ്റുഡൻറ്റ് വിസ പ്രോഗ്രാംസിനും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫോർക്കർ ഇൻ്റർനാഷണൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ത്രൂ ഔട്ട്. അയർലൻഡിൻ്റെ സ്റ്റഡീസും അതുപോലെ തന്നെ ന്യൂസിലാൻഡ് സ്റ്റഡീസുമാണ് നമ്മുടെ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് അറ്റ് ദ മൊമെന്റ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ആഡാണ് ഇപ്പോൾ IELTS ഇല്ലാതെ UK പോയി പഠിക്കാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള സാറിൻ്റെ അഭിപ്രായം എന്താ? IELTS എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൻ്റെ ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അബ്രോഡ് നമ്മൾ സ്റ്റഡീസിന് പോകുന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റുകൾ പാസ്സായിട്ട് നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനാണ് അവിടെ കാണിക്കുന്നത്. നമുക്ക് ആ ക്വാളിറ്റി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്നതിൽ നമുക്ക് അതിനുള്ളൊരു എബിലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കൺട്രീസിൽ പോയാൽ നമ്മൾ തന്നെയാണ്, അതായത് ഈ കാൻഡിഡേറ്റ്സ് തന്നെയാണ് സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതലും. പിന്നെ മറ്റൊരു സത്യാവസ്ഥ, അങ്ങനെയുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് കോളേജിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടിയാണ് അവിടെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. മെയിനായിട്ട് ഇത്തരത്തിലുള്ള കോളേജുകൾക്ക് ഒരു റെപ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു റാങ്കിങ്ങോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. ഒരു ലാംഗ്വേജ് അബ്രോഡിൽ നിന്ന് കാൻഡിഡേറ്റ്സ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ലാംഗ്വേജ് മാനേജ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി നല്ല രീതിയിൽ ഉണ്ടായാലാണ് അവരുടെ കോഴ്സും സക്സസ്ഫുൾ ആവുള്ളൂ, അതുപോലെ തന്നെ അവരുടെ കരിയറും സക്സസ്ഫുൾ ആവുള്ളൂ ഫ്യൂച്ചറിൽ. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് ചേരാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ട് ടൈം ഗോളിന് വേണ്ടി നമുക്ക് അത് ഹാപ്പി ആയിട്ട് തോന്നാം IELTS വേണ്ട എന്നുള്ളത്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള കോഴ്സുകൾക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ ഇമ്പാക്റ്റ് കുറച്ചും കൂടി ബുദ്ധിമുട്ടേറിയതായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോക്കസ് ചെയ്യുക നമുക്ക് ലാംഗ്വേജും അതുപോലെ തന്നെ കോളേജിൻ്റെ റെപ്യൂട്ടേഷനും ഏത് കോളേജാണ് അവിടെ പഠിച്ചിരിക്കുന്ന പ്രീവിയസ് സ്റ്റുഡൻസ് നേരത്തെ സംസാരിച്ച പോലെ പ്രീവിയസ് സ്റ്റുഡൻസിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഏറ്റവും നല്ലത്. ലാംഗ്വേജ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അബ്രോഡ് സ്റ്റഡീസിൽ. സാർ ഇപ്പോൾ ന്യൂസിലാൻഡിലെ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നഴ്സിംഗ് ഫീൽഡ് റിലേറ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്താലോ? ഓഫ് കോഴ്സ്. ന്യൂസിലാൻഡ് വർക്ക് ചെയ്യാനുള്ള നഴ്സസിൻ്റെ മിനിമം റിക്വയർമെൻറ്റ് എന്താണ്? ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന റിക്വയർമെൻറ്റ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റുന്ന അതേ രീതിയിൽ തന്നെ നഴ്സസിന് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയായാലും നമുക്ക് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതാത് സ്ഥലത്തെ രജിസ്ട്രേഷൻ വേണം. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലും വന്ന് നമുക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ എടുത്താലാണ് നമുക്ക് ന്യൂസിലാൻഡ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പോൾ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ന്യൂസിലാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രമാത്രം എക്സ്പെൻസ് ആണ് വരുന്നത്? അതിനിപ്പോൾ ക്രൈറ്റീരിയ എന്തോ റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എന്തായിരുന്നു? മെയിനായിട്ട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ട് ഉള്ള ഒരു നേഴ്സ് ആയതുകൊണ്ട് അവർക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ അക്സെപ്റ്റഡ് ആയിട്ട് 2 ലാംഗ്വേജ് ടെസ്റ്റുകളാണുള്ളത്, ഒന്ന് OETയും ഒന്ന് IELTSും. സോ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും നമ്മൾ ചെയ്തിട്ട് നേഴ്സസ് ചെയ്തിട്ട് റിക്വയർഡ് സ്കോർ മീറ്റ് ചെയ്യുകയാണെങ്കിലാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ മിനിമം അവർക്കൊരു ലാസ്റ്റ് 10 ഇയറിൽ ഒരു 1800 hours മിനിമം ഒരു 9 to 10 months എങ്കിലും അവർ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസ് ലാസ്റ്റ് 10 ഇയറിലാണെന്ന് ഓർക്കണം. അത്ര ഉണ്ടെങ്കിലാണ് നമുക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട് അവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെയാണ് അവരുടെ ബേസിക് ആയിട്ട് റിക്വയർമെൻറ്റ് വരുന്നത്. ഇത് കൂടാതെ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് CGFNS, അതായത് ഒരു US ബേസ്ഡ് ഏജൻസിയാണ്, അവരാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഈ നേഴ്സസിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റ്സും എല്ലാം വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നഴ്സിംഗ് കൗൺസിലിലോട്ടുള്ള ഒരു ആപ്ലിക്കേഷനും നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലാണ് നമുക്ക് അവിടുത്തെ കോമ്പറ്റൻസി എക്സാം ചെയ്യണോ വേണ്ടയോ എന്നുള്ളതും ഡിസിഷൻസ് എല്ലാം പറയുന്നത്. അപ്പോൾ നഴ്സിംഗ് കൗൺസിലിലെ ആപ്ലിക്കേഷൻ വരുന്നത് ഈ CGFNS ആപ്ലിക്കേഷന് ശേഷം മാത്രമാണ്. ആ സ്റ്റേജിൽ നഴ്സിംഗ് കൗൺസിൽ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ ഇന്ത്യയിൽ തന്നെ തിയറി എക്സാം എഴുതാം ന്യൂസിലാൻഡിലേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സിന് വേണ്ടി. അതിനുശേഷം ന്യൂസിലാൻഡിലൊരു 3 days OSCE
പ്രോസസ്സ് ഉണ്ട്. ആ ടെസ്റ്റും കൂടി കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഒരു രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നത്. ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് ഒരു നേഴ്സ് എന്ന നിലയ്ക്ക്, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നേഴ്സ് എന്ന നിലയ്ക്ക് അവർക്ക് ചെയ്യാനുള്ളത്. അവരുടെ APC കിട്ടുന്ന സമയം തൊട്ട് അവർക്ക് നേഴ്സായിട്ട്, രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് എലിജിബിൾ ആവുന്നു. അപ്പോൾ ഈ OET ഓർ IELTS നമ്മൾ പാസ്സായിരുന്നു, ഇപ്പോൾ റിക്വയർഡ് ആയിട്ടുള്ള സ്കോർ കിട്ടിയതിന് ശേഷമാണോ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ന്യൂസിലാൻഡിലുള്ളൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ന്യൂസിലാൻഡ് പ്രോസസ്സിങ്ങിൽ അത് OET ഓ IELTS ഓ കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഈവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ അതോ OET ഓ IELTS ഓ നിങ്ങൾ പഠിക്കാൻ പോലും തുടങ്ങിയിട്ടില്ലെങ്കിൽ വരെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 8 to 9 months നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോഴ്സ് പഠിച്ചിറങ്ങിയവർക്കായാലും നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾ വിത്തിൻ 1 year നിങ്ങളുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് മീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ പ്രോസസ്സിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ വെരിഫൈ ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പോൾ GNM, BSc, MSc അങ്ങനെ ക്വാളിഫിക്കേഷൻസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും വേറെ വേറെ പ്രോസസ്സാണോ ഉള്ളത്? അല്ല, കാൻഡിഡേറ്റ്സിന് നേഴ്സാണെങ്കിൽ അവർ ഇൻ്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സാണെങ്കിൽ GNM ആണോ BSc ആണോ അല്ലെങ്കിൽ MSc ആണോ എന്ന് നോക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും ഒരേ പ്രോസസ്സ് തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിന് ശേഷമുള്ള ഒരു ഔട്ട്കമാണ് അവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ GNM ആണെങ്കിൽ അവർക്ക് വർക്ക് എക്സ്പീരിയൻസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലില്ലാത്തൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് എൻറോൾ നേഴ്സ് എന്നുള്ള രജിസ്ട്രേഷനാണ് കിട്ടുന്നത്. ന്യൂസിലാൻഡിലെ എൻറോൾ നേഴ്സ് പ്രോഗ്രാം ഒരു 1.5 yearsൻ്റെ ഒരു പ്രോഗ്രാമാണ്. 18 months ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ് എൻറോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് മീറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഇവിടുത്തെ GNM പഠിച്ച കാൻഡിഡേറ്റ്സ് വരുന്നത്. അപ്പോൾ അവരുടെ പ്രോസസ്സ് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത്, രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് എൻറോൾ നേഴ്സിൻ്റെ കാറ്റഗറിയിലാണ്. പക്ഷേ കുറച്ച് വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നേഴ്സിംഗ് കൗൺസിലിന് അത് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ അഡീഷണൽ സ്റ്റഡീസ്, അതായത് അവർക്ക് ഇൻ സർവീസ് എഡ്യൂക്കേഷനും കാര്യങ്ങളുമൊക്കെ അവർക്ക് കണ്ടിന്യൂസ് അവർക്ക് വർക്ക് എക്സ്പീരിയൻസിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് അത് അവരെ സപ്പോർട്ട് ചെയ്ത് രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് അവർക്ക് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കൊടുക്കാറുണ്ട്. ഈവൻ അവർ ജനറൽ നേഴ്സിംഗ് ആണ് ഇന്ത്യയിലൊക്കെ പഠിച്ചിട്ടുള്ളതെങ്കിലും, ഡിപ്ലോമയാണ് പഠിച്ചിട്ടുള്ളതെങ്കിലും അവർക്ക് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ അവരുടെ ക്വാളിഫിക്കേഷൻ എപ്പോഴും അതിനകത്ത് ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആയിരിക്കും. BSc നേഴ്സ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പത്തുവയാണ് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ളത്. അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് അതായിരിക്കും. ഇനി MSc നേഴ്സിംഗ് അതിന് മുകളിലേക്ക് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ കൂടുന്നതല്ലാതെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിൽ ഡിഫറൻസ് വരുന്നില്ല. സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് എപ്പോഴും രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇവരുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ കിടക്കുന്നത് തന്നെ ഡിപ്ലോമ ഇൻ ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി എന്നാണ്. അതായത് ഒരു GNM കഴിഞ്ഞ ഒരു നേഴ്സിനാണ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനിൽ അടുത്ത് വന്നൊരു മാറ്റമാണ് OSCE എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള, അതായത് CAPഉം OSCEയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? മെയിനായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, OSCE ഏറ്റവും ലാസ്റ്റായിട്ട് അവസാനമായിട്ട് തുടങ്ങിയ കൺട്രിയാണ് ന്യൂസിലാൻഡ്. യുകെയിലും അതുപോലെ തന്നെ അയർലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ മുമ്പേ തുടങ്ങിയിരുന്നു ഈ പ്രോസസ്സ്. ന്യൂസിലാൻഡ് തുടങ്ങിയത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ തൊട്ടാണ്. ഒരു മിഡ് ഇയറിനോട് അടുത്താണ് നമുക്ക് അവിടെയും OSCE പ്രാബല്യത്തിൽ വന്നത്. മെയിനായിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ്സിന് എക്സ്പെൻസസ് കുറവാണ് പഴയ സിസ്റ്റത്തിനെ അപേക്ഷിച്ച്. മുമ്പ് ക്യാപ്പ് ആയിരുന്നു, അതായത് കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം ആയിരുന്നു ചെയ്യുന്നത്. അതൊരു 1 to 3 months ഡ്യൂറേഷനുള്ള ഡിഫറെൻറ്റ് കോളേജസിൽ ഡിഫറെൻറ്റ് ഫീസ് സ്ട്രക്ചറിൽ വരുന്ന ഒരു പ്രോസസ്സായിരുന്നു. പക്ഷേ അതിനൊരു ഫീസും കാര്യങ്ങളും നമ്മുടെ എക്സ്പെൻസസും കാരണം 1 to 3 months ഒക്കെ സ്റ്റേ ചെയ്യുന്ന ഒരു ഡ്യൂറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പെൻസസും കൂടുതലായിരുന്നു. ഒരു 10 to 12 lakhs ഒക്കെ നമുക്ക് എക്സ്പെൻസ് വരുമായിരുന്നു ടോട്ടൽ പ്രോസസ്സിന്. അവർ 3 months ഒക്കെ അവിടെ സ്റ്റേ ചെയ്ത് ന്യൂസിലാൻഡ് പോലെയുള്ള കൺട്രിയിൽ വിത്തൗട്ട് ജോബ് നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ആ രീതിയിലുള്ള എക്സ്പെൻസ് ഇൻക്ലൂഡിങ് ട്യൂഷൻ ഫീ ആ റേഞ്ച് വന്നിരുന്നു. പക്ഷേ പുതിയ സിസ്റ്റത്തിൽ ക്യാപ്പ് മാറി ഇവിടെ കോമ്പറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം OSCE ആയപ്പോൾ 3 days പ്രോസസ്സാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഫീസ് സ്ട്രക്ചറും വളരെ കുറവാണ്. $3,500 ആണ് OSCEയുടെ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോസസ്സിനായാലും അവർക്ക് ഒരു 5 lakhs അടുത്ത് വരുന്നത്, ഒരു 10 to 12 lakhs നേരെ ഒരു 5 lakhs ടോട്ടൽ എക്സ്പെൻസസ് താന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ഡ്യൂറേഷൻ കൂടുതലുള്ള ടൈം ആയതുകൊണ്ട് ഈ വരുന്ന കാൻഡിഡേറ്റ്സിന്, ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് കുറച്ചും കൂടി
അഡാപ്റ്റ് ആവാനുള്ള ഒരു ടൈം കിട്ടിയിരുന്നു അതിനോട്. പക്ഷേ ഓസ്കി എന്ന് പറയുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഒരു 3 hours കംപ്ലീറ്റ് ആവുന്നൊരു ടെസ്റ്റാണ്. അപ്പോൾ 3 days ഒരു പ്രോസസ്സായിട്ടാണ് അവർ ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ 3 days നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് അവരൊരു പ്രിപ്പറേഷൻ കോഴ്സും അതുപോലെ തന്നെ ഓസ്കി ലാസ്റ്റ് ഡേയിൽ ഓസ്ക്യു ആയിട്ടാണ് അവർ ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇൻറ്റൻസ് ആയിട്ട് അത് തീരുന്നത് കൊണ്ട് നമ്മൾ ഇതിനൊക്കെ അപ്പിയർ ചെയ്യാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് കുറച്ചും കൂടി കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ഐ മീൻ അവർക്ക് ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ നേഴ്സിങ്ങിലുള്ള നോളേജും ഈ ഓസ്കിയിലുള്ള നോളേജും കുറേയും കൂടി ഉണ്ടായാലാണ് അവർ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവുന്നത്. എസ്പെഷ്യലി ഈ കാൻഡിഡേറ്റിന് നോക്കേണ്ടത് അവരുടെ ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ നോക്കുമ്പോഴും അവരുടെ വർക്കിൽ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കുറേയും കൂടി ലാംഗ്വേജ് ക്ലിയർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോഴും നമ്മുടെ വർക്കിനെ അത് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്. അതേസമയം തന്നെ വർക്ക് നമ്മൾ നന്നായിട്ട് ചെയ്യുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ലാഗാണെങ്കിൽ ഡെഫിനറ്റ്ലി അതും ഒരു ഫെയിലിയറിനുള്ള കാരണമാവും. മെയിനായിട്ട് ഇവർ എന്താണ് ഫെയിലിയറിൻ്റെ റീസൺ എന്ന് നമുക്ക് അറിയുന്നില്ല. ടെസ്റ്റ് പാസ് ഓർ ഫെയിൽ എന്ന് മാത്രമാണ് ഇതിൻ്റെ റിസൾട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ് എപ്പോഴും കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ലാംഗ്വേജ് വൈസ് ആയാലും അവരുടെ നേഴ്സിംഗ് വർക്ക് വൈസ് ആയാലും ഡെഫിനറ്റ്ലി അവർ കോമ്പിറ്റൻ്റ് ആണെങ്കിൽ ഈ കോഴ്സസ് ഡെഫിനറ്റ്ലി നമുക്ക് ഈസി ആയിട്ട് പാസ്സായി വരാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിൻ്റെ തിയറി ക്ലാസ്സസ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ഓസ്കിക്ക് വേണ്ടിയുള്ളത് നമ്മൾ ഫ്രീ ആയിട്ട് കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാൻഡിഡേറ്റ്സ് നമ്മളോടൊപ്പം രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഏകദേശം 35,000 രൂപ വില വരുന്ന ആ പ്രോഗ്രാംസ്, അതായത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും, ഈവൻ അവർ കൺട്രിയിലോട്ട് എൻട്രി ആയിട്ടില്ലെങ്കിൽ ന്യൂസിലാൻഡിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ തിയറി ക്ലാസ്സസ് പഠിക്കാനും ഓസ്കിയുടെ തിയറി ക്ലാസ്സസ് പഠിക്കാനും അതുപോലെ തന്നെ പ്രാക്ടിക്കലിൻ്റെ വീഡിയോസ് കാണാനും ന്യൂസിലാൻഡിൽ വരുമ്പോൾ ലൈവായിട്ട് അവരെ തിയറി അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ എൻഗേജ്ഡ് ആവാനും ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇതിനോട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഏകദേശം 35,000 rupees ഇന്ത്യൻ രൂപ വരുന്ന ആ ഒരു പ്രോഗ്രാമും ഇവർക്ക് ഇതിനോടൊപ്പം സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം നമ്മുടെ ഒപ്പം ചെയ്യുന്നുണ്ടെങ്കിൽ നേഴ്സിംഗ് രജിസ്ട്രേഷൻ, ന്യൂസിലാൻഡിലെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ 4Care ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിന് വളരെ ഫീസ് കുറഞ്ഞ രീതിയിൽ തന്നെ, എക്സ്പെൻസ് കുറഞ്ഞ രീതിയിൽ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുവാനും അതുപോലെ തന്നെ ഫുൾ സപ്പോർട്ട് അവർക്ക് ത്രൂ ഔട്ട് പ്രോസസ്സിൽ കിട്ടുവാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ന്യൂസിലാൻഡിൽ ഇപ്പോൾ പ്ലേസ്ഡ് ആകുന്ന നഴ്സസിൻ്റെ എണ്ണം വളരെ കുറവാണെന്നാണ് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത രജിസ്ട്രേഷൻ ഇൻവാലിഡ് ആയി പോവുകയോ അല്ലെങ്കിൽ എക്സ്പയർഡ് ആവുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, നമുക്ക് വൺസ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് ഒരു 5 years അത് വാലിഡ് ആണ്. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതാണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം വന്ന് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നടക്കത്തില്ല ന്യൂസിലാൻഡിൽ. കാരണം ഈ രജിസ്ട്രേഷന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് ഫ്ലൈ ബാക്ക് ചെയ്യാം നിങ്ങളുടെ ഹോം കൺട്രിയിലോട്ട്. പക്ഷേ സ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് വരുന്നുണ്ട് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ പോയി തിരിച്ച് വർക്ക് ചെയ്യാം. കാരണം 3 days പ്രോസസ്സാണ് നമുക്ക് അവിടെ വരുന്നുള്ളൂ ന്യൂസിലാൻഡിൽ. അത്രയും ടൈം സ്പെൻഡ് ചെയ്താൽ മതി, മാക്സിമം 1 or 2 weeks സ്പെൻഡ് ചെയ്താൽ മതി ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താലാണ് നിങ്ങൾക്ക് ഇന്ന ടൈമിൽ വർക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഈ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾ ആനുവലി നിങ്ങൾ ആ ഇയറിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചാൽ മാത്രമാണ് നേഴ്സിംഗ് കൗൺസിലിനെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കാണിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് റിന്യൂ ചെയ്യണം. ഏകദേശം ഇന്ത്യൻ റുപ്പീസ് ഒരു 7,500 ഇന്ത്യൻ റുപ്പീസ് 8,000 താഴെയുള്ളൊരു എമൗണ്ട് ആയിരിക്കും നമുക്ക് റിന്യൂ ചെയ്യാനൊക്കെ വരാറ്. അപ്പോൾ ആ ഒരു എമൗണ്ടിൽ കൊടുത്ത് നമ്മൾ പേ ചെയ്ത് അത് റിന്യൂ ചെയ്ത് വെച്ചാലാണ് നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന ഒരു സമയത്ത് കയറി പോകാനും രജിസ്ട്രേഷൻ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും ഒക്കെ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്ന മെയിൻ ഫാക്ടർ. ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ 5 year കഴിഞ്ഞാലും നിങ്ങളുടെ രജിസ്ട്രേഷൻ കണ്ടിന്യൂ ചെയ്ത് പോക്കോളും. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എപ്പോഴും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിൽ 5 year മോർ ദാൻ 5 year ഒരു ഗ്യാപ്പ് വരുമ്പോഴാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫ്ലോപ്പ് ആവുന്നത്. നിങ്ങൾക്ക് അവിടെ വീണ്ടും ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഫസ്റ്റ് നിങ്ങൾ ചെയ്ത രജിസ്ട്രേഷൻ പ്രോസസ്സ് വീണ്ടും തുടക്കം തൊട്ട് നിങ്ങൾ CGFNS തൊട്ട് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നതും ആ സമയത്താണ്. കാരണം നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ ഒരിക്കലും ലാപ്സ് ആക്കി കളയാൻ പാടില്ല. ഇപ്പോൾ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ നിന്നുള്ളവർക്കായാലും സെയിം പ്രോസസ്സ് തന്നെയാണോ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത്? ഇതിൽ മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് അവർ ഏത് കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നതുള്ളത്. അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ ആ കൺട്രിയിൽ. അതായത് ഇന്ത്യയിലുള്ളൊരു നേഴ്സ് UK പോയി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് തന്നെ ആയിരിക്കണം. UK പറഞ്ഞിട്ട് കാര്യമില്ല.
സോ യു കെയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ UK, അയർലൻഡ്, കാനഡ, USA അതുപോലുള്ള കൺട്രീസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ രജിസ്ട്രേഷൻ വെച്ചിട്ട് ന്യൂസിലാൻഡിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേവ് ചെയ്ത് തരും. പക്ഷേ നിങ്ങളുടെ പ്രൈമറി എഡ്യൂക്കേഷൻ എവിടെയാണെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ചെയ്യുന്നവർക്ക്. അപ്പോൾ പ്രൈമറി നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഇന്ത്യയിലാണ്, അതായത് ഈ പറഞ്ഞ 4 കൺട്രീസിൽ UK, അയർലൻഡ്, കാനഡ, USA ഈ പറഞ്ഞ കൺട്രീസിലല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നിങ്ങളുടെ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മാത്രമേ വേവ് ചെയ്ത് വരുന്നുള്ളൂ. അതേസമയം നിങ്ങൾ ഈ കൺട്രികളിലാണ്, അതായത് UK, അയർലൻഡ്, കാനഡ, USA അതുകൂടാതെ തന്നെ സിംഗപ്പൂരും ഈ കൺട്രികളിലാണ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതായത് പ്രൈമറി ക്വാളിഫിക്കേഷൻ, നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ കിട്ടാനുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾ ഈ കൺട്രികളിലാണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാംഗ്വേജ് റിക്വയർമെൻറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മൾ ഓസ്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തല്ലോ, ആ ഓസ്കി എന്ന പ്രോഗ്രാമും നിങ്ങൾക്ക് അത് വേവ് ചെയ്ത് കിട്ടും. നിങ്ങൾക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സിലോട്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരു ലാസ്റ്റ് ഇയർ സ്റ്റാർട്ടിങ്ങിൽ വരെ നമുക്ക് ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിയിരുന്നു കാൻഡിഡേറ്റ്സിന്. അപ്പോൾ കുറേ പേർക്കൊക്കെ അറിയാം, അവർ ഒത്തിരി പേര് അയർലൻഡ്, UK എന്നൊക്കെ ഒത്തിരി പേര് മൂവ് ചെയ്ത് ന്യൂസിലാൻഡിലോട്ടും അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലോട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു അവർക്ക് വിത്തൗട്ട് ഈ കോമ്പിറ്റൻസി പ്രോഗ്രാം ചെയ്യാതെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടുക എന്നുള്ളത്. ഈവൻ സിംഗപ്പൂരുള്ളവർക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതായത് 2024 തുടങ്ങി ഡെഫിനറ്റ്ലി ഇവർക്ക് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ ഐദർ ഇവരുടെ സ്റ്റഡീസ് ഈ പറഞ്ഞ പർട്ടിക്കുലർ കൺട്രീസിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ ഡയറക്റ്റ് വിത്തൗട്ട് ഈ കോമ്പിറ്റൻസി പ്രോഗ്രാം ചെയ്യാണ്ട് കിട്ടത്തില്ല. പിന്നെ ലാംഗ്വേജ് വേവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ കൺട്രീസിൽ നിന്നുള്ള രജിസ്ട്രേഷൻ ക്വാളിഫിക്കേഷൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മാത്രം വേവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ്. അവർക്ക് പിന്നീട് IELTS OET ചെയ്യേണ്ട ആവശ്യമില്ല ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് പലർക്കും ഇപ്പോൾ അവരുടെ കരിയറിലൊക്കെ ഗ്യാപ്പ് വരും. അപ്പോൾ CGFNS-ലേക്കും അതേപോലെ തന്നെ ഇപ്പോൾ നഴ്സിംഗ് കൗൺസിലേക്കൊക്കെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എത്ര ഇയേഴ്സ് ഗ്യാപ്പ് വരെയാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുക? നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ ഇയേഴ്സ് ഗ്യാപ്പ് എന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല, എങ്കിലും നമുക്ക് ആ ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു, അങ്ങനെ കൂടുതൽ ഇയേഴ്സ് ഗ്യാപ്പ് എന്തുകൊണ്ട് വന്നു എന്നുള്ളൊരു ജെനുവിൻ റീസൺസ് പലർക്കും മാറ്റേണിറ്റി റീസൺസ് കൊണ്ടോ ചൈൽഡ് കെയർ റീസൺസ് കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിന് എന്തെങ്കിലും അവരുടെ ഇഷ്യൂസ് കൊണ്ടോ ഒക്കെ അവർക്ക് ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതൊന്നും രജിസ്ട്രേഷൻ പ്രോസസ്സിൽ ഒരു ഇഷ്യൂ ആവുന്നില്ല. ആകെക്കൂടി നഴ്സിംഗ് കൗൺസിൽ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് 10 ഇയറിൽ 1800 hours എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നാണ്. പക്ഷേ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാകാം, നിങ്ങൾ എന്തുകൊണ്ട് ബാക്കി ടൈമിൽ വർക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് ഇയേഴ്സ് 5 year 6 year വർക്ക് ചെയ്തിട്ടില്ല എന്ന് ചോദ്യം മാത്രമാണ് അതെപ്പോഴും നമ്മളൊരു ജെനുവിൻ റീസൺ അതിനായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലാണ് നമുക്കത് വേവ് ചെയ്ത് കിട്ടുന്നത്. അല്ലാതെ അതുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ടാവുന്നില്ല. ഇഷ്യൂ ആയിട്ട് വരുന്നത് ഓഫ് കോഴ്സ് ഒരു എംപ്ലോയറുടെ അടുത്ത് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു വർക്ക് ഹിസ്റ്ററി ഉള്ളതാണല്ലോ നല്ലത്. അപ്പോൾ ഇപ്പോഴും ആ എംപ്ലോയറുടെ അടുത്ത് നമ്മൾ ജോബ് ഓപ്പർച്യൂണിറ്റിക്ക് സീക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു വർക്ക് എക്സ്പീരിയൻസ് അവിടെ കാണിക്കാനുണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വരുന്നത് അവിടെയും ഒരു ഇഷ്യൂ അല്ല. നിങ്ങളെ പുതിയൊരു ചലഞ്ച് ഏറ്റെടുക്കാനും പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യാനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ സ്റ്റഡീസിലും കാര്യങ്ങളും നിങ്ങൾ ഇൻ്റർവ്യൂ ടൈമിലും ഒക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ CV-യിലൊക്കെ പറയുന്നുണ്ടെങ്കിലാണ് അത് നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസും കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു ഗ്യാപ്പ് ഒരിക്കലും ഒരു പ്രശ്നമാവുന്നില്ല. ബട്ട് എംപ്ലോയറുടെ അടുത്തേക്ക് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് മാനേജ് ചെയ്യാൻ നമുക്കൊരുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പം ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ചെയ്യുന്ന മിക്കവരുടെയും എയിം ഓസ്ട്രേലിയ പോകാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പോകാനുള്ള ചാൻസസ് ഒക്കെ എത്രയാണ്? ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ നമ്മുടെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനും കൂടി ഓപ്പൺ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം ന്യൂസിലാൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ഒരു TTMR എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് വഴി ന്യൂസിലാൻഡിലെ ഏതൊക്കെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻസ് ഉണ്ടോ ആ രജിസ്ട്രേഷൻസൊക്കെ കുറച്ച് പേപ്പർ വർക്കുകളിലൂടെ മാത്രം നമുക്ക് ഓസ്ട്രേലിയയിലും രജിസ്റ്റർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നേഴ്സ് മാത്രമല്ല, അക്കൗണ്ടൻ്റ് ആയാലും ഡോക്ടേഴ്സ് ആയാലും നമുക്ക് ആ രീതിയിൽ തന്നെ രജിസ്ട്രേഷൻസ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്, ഈവൻ ലോയേഴ്സിനും എല്ലാവർക്കും. സോ ഈ രജിസ്ട്രേഷൻ കൺവേർട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന പോലെ തന്നെയാണ് ഓസ്ട്രേലിയയിലും രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലും ജോബ് സീക്ക് ചെയ്യാം. ഡെഫിനറ്റ്ലി അവിടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് വളരെ ചെറിയൊരു കൺട്രിയാണ്. അതേസമയം ഓസ്ട്രേലിയയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിൻ്റെ വലിപ്പം തന്നെ നമ്മളെ അത്രയും ഓപ്പർച്യൂണിറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. സോ ഒരു നേഴ്സ് ന്യൂസിലാൻഡിൽ രജിസ്ട്രേഷൻ കിട്ടിയിട്ട് ഓസ്ട്രേലിയയിലും അവർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
കൂടുതൽ നേഴ്സസും ഈവൻ ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ള നേഴ്സസ് ആണെങ്കിൽ ഹൈ പ്രയോറിറ്റിയിൽ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒത്തിരി നേഴ്സസ് ന്യൂസിലാൻഡിൽ വർക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ളവരും ഓസ്ട്രേലിയയിലോട്ട് കറൻ്റ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് മൂവ് ചെയ്തിട്ടുണ്ട്, ഇനിയും മൂവ് ചെയ്യുകയും ചെയ്യും. കാരണം ക്ലോസ് പ്രോക്സിമിറ്റി ആണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ അവിടെ ബെനിഫിറ്റ്സും അതുപോലെ അവർക്കുള്ള എസ്പെഷ്യലി ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഹോം കൺട്രിയിലൂടെ ഇന്ത്യയിലൊക്കെ തിരിച്ചു വരാനുള്ള ഒരു പ്രോക്സിമിറ്റിയൊക്കെ അവർക്ക് എപ്പോഴും ബെനിഫിറ്റായിട്ട് തോന്നിയിട്ട് മൂവ് ചെയ്യാറുണ്ട്. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ് അവിടെ വരുന്ന മെയിൻ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഏത് കൺട്രിയിൽ സ്റ്റേ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഓപ്പർച്യൂണിറ്റി എപ്പോഴും നോക്കുമ്പോൾ ന്യൂസിലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയയിൽ തന്നെയായിരിക്കും കൂടുതൽ. അങ്ങോട്ട് പോകാനുള്ള ചാൻസസും ഹൈ ആണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റിയിൽ കിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ എംഗ്ലക്സാറിനെ എഴുതിയിട്ട് നമ്മൾ ഓസ്ട്രേലിയ പോകുന്നതാണോ അതോ നമ്മുടെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ആഫർ എടുത്ത് അങ്ങനെ ഒരു പാത്വേ ഏതാണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കും? ഇപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിരിക്കും അഫോർഡബിൾ ആയിട്ടിരിക്കുക? അതെപ്പോഴും ന്യൂസിലാൻഡ് പാത്വേ തന്നെയാണ്. കാരണം ന്യൂസിലാൻഡ് പാത്വേ കമ്പാരിറ്റീവ്ലി ഓസ്ട്രേലിയയുടെ പ്രോസസ്സിനെ വെച്ച് നോക്കുമ്പോൾ ലെസ് എക്സ്പെൻസീവ് ആണ്. അത് ഈവൻ ഓസ്ട്രേലിയയുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കിപ്പോൾ OETയുടെ സ്കോറൊക്കെ ലാംഗ്വേജ് റിക്വയർമെൻറ്റിൻ്റെ സ്കോറൊക്കെ കുറച്ചിട്ടുണ്ടെങ്കിലും, അതായത് റൈറ്റിങ്ങിൻ്റെ സ്കോർ ലാസ്റ്റ് കുറച്ചത് ഇപ്പോൾ ഓസ്ട്രേലിയ ആണ്. ബാക്കി എല്ലാ കൺട്രീസും നേരത്തെ കുറച്ചിരുന്നു. റൈറ്റിങ്ങിന് 6.5 മതി. അപ്പോൾ ആ സ്കോറിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ബാക്കി എക്സ്പെൻസ് വൈസും അതുപോലെ തന്നെ ഇതിൻ്റെ സക്സസ് റേറ്റും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ കുറച്ചും കൂടി കൂടുതലാണ്. സോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ രജിസ്ട്രേഷനിൽ എടുക്കാൻ പറ്റുന്നത് എപ്പോഴും ന്യൂസിലാൻഡ് തന്നെയായിരിക്കും. ലെസ് എക്സ്പെൻസീവ് ആണ്, ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ ഈ കാൻഡിഡേറ്റ്സിന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ ലാംഗ്വേജിലും അതുപോലെ വർക്ക് എബിലിറ്റിയും കൂടിയും കുറച്ചും കൂടി ഫോക്കസ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് രജിസ്ട്രേഷൻ ന്യൂസിലാൻഡിൽ സെക്യൂർ ചെയ്തിട്ട് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്പെൻസ് വളരെ കുറവായിരിക്കും. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ഒരാൾക്ക് അവിടെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ, അതോ നമ്മൾ അവിടെ നിന്നിട്ട് ടെസ്റ്റ് എടുക്കേണ്ടി വരും? കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ നമുക്ക് ടെസ്റ്റും ചെയ്യണം. നമുക്ക് അവിടെ ലേണേഴ്സ് എക്സാം എഴുതണം. ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ടെസ്റ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ടെസ്റ്റ് കാണിച്ചു കൊടുക്കണം. റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്താലാണ് ഫുൾ ടെസ്റ്റ് ആയിട്ട് കിട്ടുക. ന്യൂസിലാൻഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്ക് ഈസിയാണ്. അതേസമയം ഇന്ത്യൻ ലൈസൻസ് ഇല്ലാതെ ന്യൂസിലാൻഡ് ലൈസൻസ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ സാധാരണ പ്രോസസ്സ് ചെയ്യുന്നത് അവർക്ക് ലേണേഴ്സ് എഴുതി നമുക്ക് റെസ്ട്രിക്റ്റഡ് ലൈസൻസിൽ പോയി 18 months നമുക്ക് ഹോൾഡ് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഫുൾ ലൈസൻസിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ 3 ടെസ്റ്റുകളാണ് വരുന്നത്. അതേസമയം ഇന്ത്യൻ ലൈസൻസ് കൊണ്ടുവരുന്നതാണെങ്കിൽ കൺവേർഷൻ തന്നെയാണ് നടക്കുന്നത്. ലേണേഴ്സ് നമ്മൾ ഓൺലൈനിൽ എഴുതിയതിന് ശേഷം പ്രാക്ടിക്കൽ നമ്മൾ ടെസ്റ്റ് നമ്മൾ ഓൺ റോഡ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടൊരു മെത്തേഡാണ്. ഡ്രൈവിംഗ് അറിയാവുന്നവർക്ക് സ്ട്രെയിറ്റ് റോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളൂ. പക്ഷേ ഈ റെസ്ട്രിക്റ്റഡ് ലൈസൻസ് ഒക്കെ എടുത്ത് ന്യൂസിലാൻഡ് ലൈസൻസ് സ്ട്രെയിറ്റ് തുടക്കം തൊട്ട് അവിടെ എടുക്കുന്നതെങ്കിൽ കുറേ കൂടിയും ടൈറ്റ് ആയിരിക്കും. കാരണം അവർക്ക് പാരലൽ പാർക്കിംഗ്, നല്ല രീതിയിലുള്ള ട്രെയിനിങ്, ഡിഫറെൻറ്റ് സ്പീഡ് സോണിലൊക്കെ ഓടിച്ചുള്ള ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചാലാണ് അവർക്ക് അവിടെ ലൈസൻസ് കിട്ടുക. സോ അബ്രോഡിലേക്ക് എസ്പെഷ്യലി ന്യൂസിലാൻഡിലേക്കൊക്കെ പോകുന്നവർ എപ്പോഴും ഓർക്കുക, ഡ്രൈവിംഗ് ലൈസൻസ് ഇതുപോലെ നമ്മൾ രജിസ്ട്രേഷനൊക്കെ എടുക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും അറിയുക എന്നുള്ളത്. കൂടുതലും ഫോക്കസ് ചെയ്യുക ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നമ്മൾ നാട്ടിലായാലും പഠിച്ച് അവിടെ ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കൂടി ഈസി ആയിരിക്കും. നമ്മൾ മാനുവലിൽ കിടന്ന് ബുദ്ധിമുട്ടാതെ, കൂടുതൽ വെഹിക്കിൾസും ന്യൂസിലാൻഡിൽ പ്രിഫർ ചെയ്യുന്നത് എല്ലാവരും ഓടിക്കുന്നതും ഓട്ടോമാറ്റിക് കാർസ് തന്നെയാണ്. ഇത്രയും നേരം ന്യൂസിലാൻഡ് ബേസ്ഡ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജിനി സാറിന് താങ്ക്സ്. ഇനിയും ഇതുപോലെയുള്ള സംശയങ്ങളുള്ളവർ ദയവായി കമൻറ്റ് ചെയ്യുക. 4K International നിങ്ങളുടെ സ്റ്റഡി, വിസ, രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്ക് അസിസ്റ്റൻസ് തരുന്നതായിരിക്കും. ഈ ഇൻ്റർവ്യൂവിലെ ഏതെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.